ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്ന് എനിക്ക് നിങ്ങളോട് കുറേ വിശേഷം പറയാനുണ്ട് കേട്ടോ രജനി. ഇന്ന് പിന്നെ നമ്മുടെ പ്ലാവില്ലേ, എൻ്റെ കുഞ്ഞു പ്ലാവിൽ നിന്നൊരു ചക്ക ഉണ്ടായി. അതിനെ മുറിച്ചു. ചുള ചെറിയ ചുളയാണ്, കുഞ്ഞു പ്ലാവ കേട്ടോ. അപ്പോൾ ഇതിന് ഒരു കഥയുണ്ട്. കഥയല്ല, നടന്ന സംഭവം. അതായത് നമ്മുടെ പ്ലാവും മാവും എല്ലാം പുറവശത്തുനിന്ന് പ്രളയകാലത്ത് എല്ലാവരും പ്ലാവും മാവൊക്കെ വെട്ടുന്നെന്ന് പറഞ്ഞ് ഇവിടുത്തെ മാഷും അതെല്ലാം ആളെ കൊണ്ടുവന്ന് വെട്ടിച്ചു, അല്ല രജനിയെ? അപ്പോൾ ബാക്കി 2 പ്ലാവ് നിറയെ ചക്ക ഉണ്ടായിരുന്നു. പിന്നെ 2 മാവ് നിറയെ മാങ്ങയുണ്ടായിരുന്നു. പക്ഷേ അത് 2ഉം ഞങ്ങൾ വെട്ടിച്ചു. അതിനുശേഷം നമുക്ക് പ്ലാവും ഇല്ല മാവും ഇല്ല. അങ്ങനെ ഇരുന്ന് വല്ലാത്ത വിഷമമായി. അന്നത് വെട്ടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ അത്രയും ചക്കയും വേണ്ടല്ലോ, ഒരുപാട് ചക്കയും ഉണ്ടാകും. അപ്പോൾ വീണ് 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 പഴുത്ത് കിടന്നിട്ട് മാഷക്ക് എന്നും അത് കുഴി വെട്ടി കുഴി മൂടണം. അതുകൊണ്ടും കൂടെ അങ്ങ് വെട്ടി. പക്ഷേ പിന്നെ ചക്കയൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തും ഉള്ളപ്പോൾ നമുക്ക് വിലയില്ലല്ലേ രജനി? ഇല്ലാതെ വന്നപ്പോൾ നമുക്കന്ന് സങ്കടമായി കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ 2 വർഷം കഴിഞ്ഞു നമ്മുടെ പിന്നെ എൻ്റെ പാസ്പോർട്ട് പുതുക്കാനായിട്ട്. 2 വർഷമല്ലേ ആളൂട്ടി എൻ്റെ പാസ്പോർട്ട് പുതുക്കാനായിട്ട്. രജനി അവിടെ വെച്ച് ഞാൻ മുറിച്ചോളാം, നീ അത് കുളമാക്കും, നീ ബാക്കിയൊക്കെ ചെയ്തു. പാസ്പോർട്ട് പുതുക്കാനായിട്ട് ഞാൻ ഒലവക്കോട് പോയി കൂട്ടുകാരെ. അപ്പോഴേ അതിന് തിരിച്ചു വരുമ്പോൾ പിന്നെ അവിടെ ഒരു പുതിയ നേഴ്സറി, കുട്ടികളെ പഠിപ്പിക്കുന്ന നേഴ്സറി അല്ല കേട്ടോ, ചെടികളൊക്കെയുള്ള നേഴ്സറി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അന്ന് ഡ്രൈവറെ കിട്ടാനോടും ഓട്ടോയില്ല പോയത്. ഞാൻ പറഞ്ഞു പ്രേമ നമുക്ക് അങ്ങോട്ട് കയറിയിട്ടേ, എൻ്റെ സ്ഥിരം വരുന്ന ഓട്ടോയാണ്, പിന്നെ എൻ്റെ സ്റ്റുഡൻറ്റുമാണ് അവൻ. പിന്നെ കയറി നോക്കാമെന്ന് പറഞ്ഞ് കയറി. അന്ന് എനിക്ക് വയ്യാഴിയൊന്നും ഇല്ലല്ലോ. കയറി നോക്കിയപ്പോൾ ഞാൻ എന്തുവാ പ്ലാവെല്ലാം പോയില്ലേ. ഇനിയും ഞങ്ങളുടെ കാലത്ത് കായ്ക്കുമെന്ന് തോന്നുന്നില്ല, ഞങ്ങൾക്ക് പ്രായമായില്ലേ. പിള്ളേർ ഏതെങ്കിലും കാലത്ത് വരുമ്പോഴെങ്കിലും, ഞങ്ങൾ പോയാൽ പിന്നെ ഇതെല്ലാം പൂട്ടിയിട്ട് പോവുകയുള്ളൂ പിള്ളേർ. അപ്പോൾ ഏതെങ്കിലും കാലത്ത് വരുമ്പോഴെങ്കിലും ഒരു ചക്ക കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചൊരു കുഞ്ഞു പ്ലാവിൻ്റെ തൈ, ഇത്തിരിയേ ഉള്ളൂ, ഒരു മാവിൻ്റെ തൈയും കൊണ്ടുവച്ചു. കൂട്ടുകാരെ 3 വർഷം ആകുമ്പോഴേ നിറയെ കായ്ക്കുമെന്ന് അവർ പറഞ്ഞു. ഞാനിങ്ങനെ നോക്കി 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 കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുക. 2 വർഷവും ഒരു 3 മാസമായപ്പോൾ 2 ചക്ക, അതിലൊന്ന് അങ്ങ് പൊഴിഞ്ഞു പോയി. പിന്നുള്ള ഒരു ചക്കയാണിത്. അയ്യോ, എനിക്കുണ്ടായ സന്തോഷം, നമ്മുടെ പ്ലാവ് നിറച്ച് ചക്ക ഉണ്ടായിരുന്ന കാലത്ത് എനിക്കില്ലാത്ത സന്തോഷം ഈ പ്ലാവ് കായ്ച്ചപ്പോൾ എനിക്കുണ്ടായി. എൻ്റെ ആദ്യമായിട്ട് എനിക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ, എൻ്റെ മകനുണ്ടായപ്പോൾ ഞാൻ അനുഭവിച്ച, നമ്മളെല്ലാവരും ആദ്യമായിട്ടൊരു കുട്ടി നമുക്ക് ജനിക്കുമ്പോൾ പിന്നുള്ളവരോട് ഇഷ്ടം തന്നെ, എങ്കിൽപ്പോലും ആദ്യത്തെ കൺമണിയോട് അല്ലേ, ഇത് എൻ്റെ ആദ്യത്തെ കൺമണിയെ പോലുള്ള കൺമണിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഉണ്ടായ ചക്കയാണ് ഈ ചക്ക. നമുക്കിനി അത് ഒന്ന് ശരിയാക്കി എടുക്കാം. ഇന്നിത് ഞാൻ തന്നെ ചെയ്യുന്ന എന്നാന്ന് അറിയാമോ? നമ്മുടെ രജനി ഉണ്ടല്ലോ, അല്ല രജനി, ഇതിൽ പകുതി അവൾ കളയും. ഇതിലൊരു ഒരു ചവണി പോലും ഞാൻ കളയില്ല. ചെറിയ ചക്കയാണ്. അത് കാരണം എൻ്റെ മക്കൾക്ക് ഒത്തിരി കൊടുത്തു വിടാനില്ല. കാരണം പിള്ളേരടുത്ത് തന്നെ ഉണ്ടല്ലോ, അവർക്ക് കുറച്ച് കൊടുത്തു വിടണമെന്ന് വെച്ചാൽ പിന്നെ ഒന്നാമത് അവർക്ക് ചക്കയോട് വലിയ താല്പര്യവും ഇല്ല. ഇത് കൊടുത്താൽ അവർക്കും കയ്യിലിരിക്കില്ല, ഞങ്ങൾക്കും കഴിയില്ല. അപ്പം ഞാനതൊന്ന് ശരിയാക്കട്ടെ. പിന്നെ എനിക്ക് എന്താ മത്സ്യം വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ മത്തി മാത്രമേ ഉള്ളൂ. മത്തി കൊണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ആ മത്തിയൊക്കെ നന്നാക്കണം. നമ്മുടെ രജനിക്കുട്ടി മത്തിയൊന്നും തോന്നില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇതൊന്ന് ആദ്യം ശരിയാക്കി എടുക്കട്ടെ. രജനി കുട്ടിയെ ഇതിൻ്റെ പൂഞ്ഞ് നമുക്ക് നാളെ ഉപ്പേരി വയ്ക്കാം. ഇതാണെങ്കിലോട്ട് പുറത്ത് കളയുന്ന എനിക്കറിയാം. എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞാണ്, എൻ്റെ കുട്ടിയാണിത്. ഞാൻ എന്ത് പറയുന്നത്?
ഇനി ഇതിൻ്റെ കുഞ്ഞൊക്കെ ഇട്ടോട്ട് കളയും. എനിക്ക് വലിയ സാധനം ഇതൊക്കെ നാളെ ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ കളയും. കുട്ടി വെള്ളം ഇഷ്ടം പോലെ ഒഴിക്കാൻ ഞാൻ ചോപ്പൊടി അറിയാതെ ചോപ്പൊടി ഇട്ടോ. ചോപ്പൊടി അറിയാതെ ചോപ്പൊടി കൂടുതലായപ്പോൾ തന്നെയാണ് പറഞ്ഞത്. പിന്നെയും കൊണ്ടിട്ടു അല്ലേ? വെള്ളം നിറച്ചൊഴിക്കും. വെള്ളം നിറച്ചൊഴിക്കും. ഇത് എന്തിനും ഞാൻ കഴുകിയേനെ. ഇതിൽ നീ വന്ന് ഇരിക്കാൻ മതിയായിരുന്നു. പക്ഷേ അതിനപ്പോഴത്തേക്ക് ഇത് ലൈവിൽ പോയി കുട്ടി. അപ്പം നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ ചക്കവിലാസം? ഒരു ചക്ക അപാരത കേട്ടോ കുട്ടിയെ. രഞ്ജിയെ ഒരു ചക്ക അപാരത എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇവിടെ പാത്രമൊക്കെ സിനി കിടക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അതൊക്കെ എൻ്റെ കൊച്ചുണ്ട്, അവളെല്ലാം ചെയ്തു. നല്ല കുട്ടിയാണ്. ഉറങ്ങുന്ന സമയത്ത് മാത്രം. അതുവരെ ഞാൻ പോയത് എന്നിട്ട് ഇത് മതിയായിരിക്കും കൂടി. ഇത് പിള്ളേർ കൊടുത്ത് അവരെടുക്കുപോയി. ആ കോഴിക്ക് കൊടുത്താലേ ഇത് അവിയലിന് കൊള്ളു കുട്ടി. നിനക്ക് എന്തെങ്കിലും അറിയാമോ? കൂട്ടിട്ടുണ്ട് പോണേ. ചക്ക പക്ഷേ ചെറുതല്ലേ, ഒന്നും ഇല്ലല്ലേ. ഇത് നമ്മുടെ ചക്ക വാഴതയാണ്. ചുളയുണ്ട്, കുഞ്ഞു ചുളയാ. കുഞ്ഞു ചുളയാ. രജനിയെ ഇവിടെ നിന്ന് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ്. ഇതൊക്കെ ചവിടി കണ്ടുകൊണ്ട് അല്ല, രണ്ടുപേരും കൂടെ ചെയ്യുന്നവരാണ് അതിൻ്റെ ഒരു രസം. അതുകൊണ്ടാണ് നിന്നെ അപൂർവമായിട്ടല്ലേ കിട്ടുള്ളൂ. നീ വലിയ ആളല്ലേ. ആ, നീ വലിയ ആളല്ലേ. നീ വലിയാളെ വലിയാളെ രജനി എന്നൊരു വലിയാളെ. ഇതെന്താന്ന് പറയാം? ശരിയാറേ ശരി. ഇതിനെ ഇങ്ങനെ ഇടാൻ പറ്റിയ ഒരു ചക്കപ്പൊടി കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് കൊത്തി ഇടാം കേട്ടോ കുട്ടി. കേട്ടോ രജനി എന്ത് കഴിച്ചിട്ടാണ്? ഇത് കഴിച്ചിട്ടായിരുന്നു. മുത്തുമണി പഴുങ്കുവെള്ളം ഇതാവുന്നത് പറ്റെല്ലാം പോകുന്നത്. എനിക്കിതിന് എടുക്കാനാണ്, കളയാനല്ല. ഇത് ഞാനിനി ഇങ്ങനെ എടുക്കും, ഇങ്ങനെ എടുക്കും. അതിനാണ് മനസ്സിലായോ? ഇങ്ങനെ എടുക്കും ഞാൻ. അവിയലിന് നാളെ അവിയലിന് അടി ഇന്ന് അവിയൽ. ഇതുവരെ അവിയലും മതി. അവിയൽ നീ ഞാൻ കേട്ടോ. നക്കച്ച് പുളിക്കുന്ന മീനല്ലേ ഇത്. അതുകൊണ്ട് ഒരു അവിയൽ നീ മാത്രം മതി. ഒരു അവിയൽ ആ മുഴുവൻ കളഞ്ഞു. ഞാൻ ഇപ്പൊ പെരിയാറെ പാടും കേട്ടോ. മോളെ ഇത് നമുക്ക് ഈ കൂഞ്ഞില്ലേ രജനിയെ? കൂഞ്ഞ കുട്ടി രജനി, ഈ കൂഞ്ഞ് നമുക്ക് കുട്ടി ചക്കക്കുരുവിന്റെ കവറിങ് ഉണ്ടല്ലോ, പാടയല്ല. ആ ഓണം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ചക്ക നന്നാക്കുന്നത്. നിനക്കെന്താ ഓണം? ഇനി എന്തായാലും കല്യാണം കഴിക്കാൻ പറ്റുമല്ലോ. വീഡിയോ ഇപ്പോൾ കുറേ പ്രാവശ്യം കണ്ട് ഞാനും ഒന്ന് കല്യാണം കഴിക്കും. വേഗന്മാർ എത്ര പേര് ചീത്ത പറഞ്ഞു. ഡാഡി നമുക്കിങ്ങനെ ഇത് അടത്തി എടുക്കാം കേട്ടോ. ഞാൻ അടത്തി കാണിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരികയാണ്. നിങ്ങളോട് കുറച്ച് സംസാരിക്കാം. രജനി ഇത് പുള്ളിക്കാക്കി എൻ്റെ കയ്യിൽ. അതിന് ശേഷം ഞാൻ വീണ്ടും വെക്കാൻ പോവാം. ഇത് മതി കേട്ടോ. അത് ഇരിക്കട്ടെ. കൊച്ചുങ്ങൾ ചോദിക്കാൻ നമുക്ക് വരുന്നോ? ചെക്കൻ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് തുടങ്ങി. ഇത് നമുക്ക് നാളെ വീട്ടിൽ ചവി പോലും കൂട്ടി ചെറിയ ചുളയാണ്. അടുത്ത കൊല്ലം വലിയ ചുള, കുറച്ചും കൂടെ വലിയ ചക്കയാവും. ഇത് ഭയങ്കര സന്തോഷം എനിക്ക്. ഇത് കഴിച്ചപ്പോൾ അയ്യോ എന്തൊരു സന്തോഷം പറഞ്ഞറിയില്ല. ഞാനിത് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ തിന്നണം. ചുളയ്ക്ക് കത്തിക്കോളാം. ഇത് ആകും. ഇത്
മാസം തികയാത്ത കുട്ടികളില്ലേ, അവരെ പോലെ അവർ ഹെൽത്ത് കുറവല്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് 3-ാം കൊല്ലത്തിൽ കായ്ക്കേണ്ട പ്ലാവാണ്. ഞങ്ങളൊരു ചുളവ് മുന്നോട്ടെന്ന് വെച്ച് 2-ാം കൊല്ലത്തിൽ കായ്ച്ചതാണ്. കേട്ടോ കഴിഞ്ഞി എനിക്ക് തോന്നില്ല എൻ്റെ പോളെ ഒരിക്കലും ഇത് വരുന്നുണ്ടോ പിന്നെ ഇനി എനിക്ക് ഈ ചക്ക ഞങ്ങൾ പുഴുക്ക് പോരാക്കി അതെൻ്റെ രജനിയാണ്. പിന്നെ നമുക്ക് കുറച്ച് മത്തി വാങ്ങിച്ചില്ല, അരി അടുപ്പത്ത് കിടന്ന് ശീലം പതി കരയുന്നു. കുറച്ച് മത്തി വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ തൊടില്ലല്ലോ, അപ്പോൾ ടീച്ചർ ഇനി അതൊന്ന് നന്നാക്കാൻ പോവാം. അവൾ ചിരിക്കുന്നു കേട്ടോ. ഇന്നപ്പം നമുക്ക് ഇത് കേൾക്കാത്ത ഒത്തിരി പേരാണേ, ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരും ഉണ്ടാവും. ഇന്നപ്പം നമുക്ക് രാവിലെ ഇഡ്ഡലി, ഒരു കൂട്ടർക്ക് ഇഡ്ഡലി ചമ്മന്തി, എനിക്ക് ബ്രെഡും മുട്ടയുമായിരുന്നു. രാവിലെ ചായ കുടിച്ചു, ആദ്യം ഒരു കട്ടൻ കാപ്പി, അത് കഴിഞ്ഞ് ചായ കുടിച്ചു. അതിനുശേഷം ഇൻസുലിൻ എടുക്കാൻ നേഴ്സ് വന്നു. സിസ്റ്റർ സായി ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അവൾ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ വൈഫുമാണ്. ദിവസം ഇനി ആ കുട്ടി വന്ന് എടുത്തോളാൻ പറഞ്ഞു. ഇത്ര നാൾ ഞാനല്ലേ എടുത്തത്. ഇപ്പോൾ എനിക്ക് ആ ഹോസ്പിറ്റലിലൊക്കെ കടന്നു കഴിഞ്ഞ് വന്നപ്പം ഹെൽത്ത് പോയപ്പം എനിക്കൊരു പേടി കുത്താൻ കൈ വർദ്ധിക്കാം. അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, നീ എൻ്റെ മരണം വരെ നീ വന്ന് എടുത്തോളാം. അങ്ങനെ ഉണ്ട് രജനി. അപ്പോൾ നല്ല രുചിയുണ്ട് ചക്കയ്ക്ക് കേട്ടോ. ആ മോളിലത്തേത് അടത്തി വെച്ചത് അവിടെ ഇരുന്നോട്ട് കേട്ടോ, അത് നമുക്ക് നാളെ എടുക്കാം. അപ്പം ഞാൻ വിചാരിക്കുക പകുതി മതിയല്ലേ ഞങ്ങൾക്ക്. കുഞ്ഞ് ചക്കയായിരുന്നു, നിങ്ങളെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ഒരു ഒരു മാസം കൂടെ കിടന്നേനെയും ഇച്ചിരി കൂടെ വിളഞ്ഞേനെയും. പക്ഷെ എന്തുണ്ടേലും അണ്ണാൻ കൊണ്ടുപോവുക. ഒരു 15 കൊയ്യാക്കായ ഉണ്ടായിരുന്നു, 3-4 ആയിട്ട്. ഒരെണ്ണം പോലും നമുക്ക് കിട്ടിയില്ല, മുഴുവനും അണ്ണാൻ കൊണ്ടുപോയി. ഒറ്റ എണ്ണം പോലും കിട്ടിയില്ല. അപ്പോൾ പിന്നെ അത് കിട്ടുന്ന ചിലപ്പോൾ അണ്ണാൻ കൊത്തിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറിച്ചത്. മൂത്തിട്ടുണ്ട്, അവിയലിനും പുഴുക്കിനും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് മടങ്ങി എത്തിയിട്ടില്ലേ, രജനിക്കൊന്നും അത് അറിഞ്ഞുകൂടാ. അവരുടെ ഇവിടെ ഒന്നും അങ്ങനത്തെ സംഭവം ഇല്ല. അതൊക്കെ ഞങ്ങളുടെ തെക്ക് പിന്നെ കോട്ടയം സൈഡിലാണ് അങ്ങനെ മടലൊക്കെ ചേർത്തെടുത്ത് അതും പടവലങ്ങയും മാങ്ങയും മുരിങ്ങയൊക്കെ ഒക്കെ കൂടെ വെള്ളരിക്കയും ഒക്കെ കൂടെ അവിയൽ വയ്ക്കും. ഇന്നപ്പോൾ ചക്കപ്പുഴുക്കും മത്തി ഇന്ന് പറ്റിക്കുകയല്ലേ, എന്നും പറ്റിച്ച് അച്ഛനെ പറ്റിക്കുക ഞാൻ. അപ്പോൾ ഇന്ന് മുളകരച്ച് കറി വയ്ക്കുകയാണ്. ഞാനത് നന്നാക്കാൻ പോവുക. ഇനി ഇതൊക്കെ കഴിച്ചിട്ട് ചക്കപ്പുഴുക്കും ചോറും മീനും ഒക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ സുഖവും സമാധാനവും വരുന്നതിന് വേണ്ടി ടീച്ചർ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. പണ്ട് നമുക്ക് ഭയമില്ലാതെ പുറത്തേക്ക് ഇറങ്ങാം. നമ്മുടെ വേണ്ടപ്പെട്ടവർ പുറത്ത് പോയാൽ അവർ വരുന്നിടം വരെ ഒരു വെപ്രാളവും ഇല്ല. ഇപ്പോൾ അവർ തിരിച്ചു വരുന്നിടം വരെ വെപ്രാളം. കാലമാകെ മാറിയെന്നേ. ഇന്നലെ കണ്ടു രജനിയെ, ഇന്നലെ കണ്ടു പിന്നെ എന്തുവാ ബസ്സിൽ പാലാക്കാരി ഒരു പെണ്ണ് ബിന്ദു കള്ള് കുടിച്ചിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിലാണോ പ്രൈവറ്റ് ബസ് എനിക്ക് ഓർമ്മയില്ല, അത് ബസ്സിൽ നിറയെ ആൾക്കാരുമുണ്ട്. അതിനകത്ത് കിടന്ന് പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒരു പെണ്ണിനെ തള്ളി താഴെ ഇട്ടു. കേട്ടോ എന്തിനാ കേട്ടോ. എന്നിട്ട് ന്യൂസിലത് കാണിച്ചു. എന്നിട്ട് പോലീസ് വന്ന അത് മാറ്റിയത് ഫുൾ കഞ്ചാവായിരുന്നു. നമ്മൾ എവിടോട്ടാണ് ഈ ലോകം പോകുന്നത്? ഇതിനൊന്നും പേരൻസും ഒന്നും ഇല്ല രജനി. ഇതൊക്കെ എവിടെ നിന്ന് ജനിച്ചു? ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ച പെണ്ണല്ലേ, ഇതിനെ വലിയ ഭർത്താവ് കാണും. ഇങ്ങനെയുള്ളതിന് ജനിക്കുന്ന മക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ ലഹരി സാധനത്തിന് അടിമപ്പെടാതെ നല്ല സ്വഭാവമുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. അതല്ലേ രജനി എനിക്ക് പറ്റൂ?
ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നന്മകൾ മാത്രം വരട്ടെ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ, ദൈവത്തിൻ്റെ നാട്ടിൽ നമുക്ക് വാരി വിതറാം അല്ലേ. കഴിഞ്ഞ ദിവസം കണ്ടു എന്തോ ഒരു കുട്ടി, ഇപ്പോൾ കോളേജിൽ +1 +2 പഠിക്കുന്ന കുട്ടികളെയൊക്കെ സഹപാഠികൾ അടിക്കുന്നു, കുത്തുന്നു, വെട്ടുന്നു, തല്ലിക്കൊല്ലുന്നു. എന്തുവാ നമ്മൾ ഈ കേൾക്കുന്നത്? ആലോചിച്ചൊക്കെ. ഇതൊന്നും കേൾക്കാൻ തന്നെ വയ്യ, ഇതൊന്നും സഹിക്കാനും വയ്യ. ഞാൻ ഇങ്ങനെയുള്ളതൊന്നും ഇപ്പോൾ കാണാറില്ല. കാരണം എനിക്ക് പ്രത്യേകിച്ച് പ്രായമായ ഞങ്ങൾക്കൊക്കെ ഇത് കാണുമ്പോൾ അസഹ്യതയാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഉച്ചക്കത്തെ മെനു ചക്കപ്പുഴുക്ക, അവിയൽ, ചക്കക്കുരു, മാങ്ങായും ഒക്കെ ഉണ്ട്. ഒരു കഷ്ണം 2 ചുളയും ഇതിൽ നിന്നൊരു മടലും കൂടെ എടുത്തിട്ട് പടവലങ്ങയും വെള്ളരിക്കയും ഒക്കെ കൂടിയിട്ട് 2 ചുളയും ഇട്ടിട്ട് ഉപ്പും വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലോണം വേകുമ്പോൾ, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലോണം വേകുമ്പോൾ ഒരു കഷ്ണം മാങ്ങാപ്പൊടി അതിലിട്ട് അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ വെന്ത് കഴിയുമ്പോൾ ഒരു മൂടി നാളികേരവും, ഇത്തിരി ജീരകവും, ഇത്തിരി ചുവന്നുള്ളി, 2 പച്ചമുളകും കൂടെ, ഉപ്പും വെള്ളവും മുളക് പൊടി ഇട്ടാണ് നമ്മൾ, മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. നാളികേരവും ചുവന്നുള്ളി പച്ചമുളകും ജീരകവും കൂടെ ഒരുപാട് അരഞ്ഞു പോകരുത്, ഒരു മീഡിയം. എന്നാൽ തോരൻ അരയുന്ന പോലെയല്ല, അതിൻ്റെ ഒരു ഇടത്തരമായിട്ട് അരച്ച് ഒരു 2-3 കറക്ക് കറക്കിയാൽ മതി. ചേർത്ത് വെന്ത് കിടക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് പിന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച്, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 കറിവേപ്പിലയും ഇട്ട് അടച്ചവിടെ വയ്ക്കൂ. എനിക്കിപ്പം തന്നെ വരുന്നു അതിൻ്റെ വാസന. കേട്ടോ കുട്ടിയെ, ഇപ്പം തന്നെ എനിക്ക് അതിൻ്റെ വാസന വരുന്നു കൂട്ടുകാരെ. അവൾ കേട്ടില്ലാത്ത മറ്റും നിൽക്കുന്നു. ഇതായിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അവൾ ഇതായിട്ടില്ലാത്തതുകൊണ്ട് അവൾ കേട്ടില്ലാത്ത മറ്റും നിൽക്കുന്നത്. ഞാനും അവളും ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് അവിയൽ കിട്ടിയല്ലോ, ചക്ക അവിയൽ നിങ്ങൾ വെച്ചല്ലോ. ചക്കപ്പുഴുക്ക്, പിന്നെ കുറച്ച് മടലും ചക്കച്ചുളയും 2 ചക്കക്കുരുവും കൂടെ ഉപ്പും ഇത്തിരി വെള്ളം ഒഴിച്ച്, അത് വേകാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് അത് വെന്ത് കഴിയുമ്പോൾ അതിനെ ഒന്ന് കുഴച്ച് അരപ്പിട്ടിട്ട് കുഴച്ചാൽ മതി. അതിന് പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നാളികേരവും വെളുത്തുള്ളിയും ജീരകവും, അവിടെ വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചെടുത്ത് അതിലേക്കിട്ട് ഇളക്കി, അതേപോലെ തന്നെ ഇത്തിരി കറിവേപ്പിലയും ലേശം വെളിച്ചെണ്ണ വെച്ചാൽ എന്ത് നല്ല പുഴുക്കാണ്. പിന്നെ മത്തി, ഇന്ന് പീരയല്ല, ഇന്ന് ഞാൻ നന്നാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് നമ്മളതിനെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി എല്ലാം കൂടെ വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം കൂടെ ഒന്നുകൂടെ അതിലിട്ട് ചൂടാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ട വെള്ളം ഒഴിച്ച് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന, ഞാൻ വെക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ, മത്തി അതിലേക്കിട്ട് 2 കഷ്ണം കുടംപുളിയും ഇട്ട് 2 തിള തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീയിലാക്കി വയ്ക്കുക. അതിന് ഒരു കഷ്ണം, ഒരു തണ്ട് കറിവേപ്പില, ലേശം ഒരു തുള്ളിയെ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ, ഒത്തിരി വേണ്ട വെളിച്ചെണ്ണ. അങ്ങനെ എടുക്കുന്നു. എന്തൊരു സ്വാദാണ്. അപ്പം ഇന്ന് മീൻകറി, മീൻ മുളകിട്ടത് മീൻകറി, ചക്ക അവിയൽ, ചക്കപ്പുഴുക്ക്, ചോറ് മതി, കുശാലായി അല്ലേ. ഇന്ന് എനിക്ക് കൂടുതൽ ജോലി അവൾ തന്നിരിക്കുക. കാരണം അവൾ മീനെ തൊടില്ലല്ലോ, അവൾ മീൻ തൊടാറാണി, പാവം കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവൾക്കിന്ന് ഞാൻ അതുവരെ കുട്ടിയെ കൊണ്ട് തൊടിയിച്ചിട്ടുമില്ല. നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യിക്കുന്നത് കഷ്ടമല്ലേ അല്ലേ. എന്താ എന്നെ പരിഹസിക്കുക കേട്ടോ കൂട്ടുകാരെ. ഇന്ന് വരെ രജനിയെ, ഇന്ന് വരെ നീ വീട് നന്നാക്കിയിട്ടുണ്ടോ? കേട്ടോ, ഞാൻ വീട്ടിൽ പോലും നന്നാക്കുകയില്ലെന്ന്. അതുകൊണ്ട് തന്നെ ടീച്ചർ പറഞ്ഞിട്ടുമില്ലോ. എനിക്കാകുമ്പോൾ ഞാൻ ഇവിടുത്തെ അച്ഛൻ ഇതുവരെ മീനൊന്നും നന്നാക്കാത്ത ആളാണ്. ഇപ്പം എനിക്ക് തീരെ നിന്ന് ചെയ്യാൻ പറ്റാത്തപ്പോൾ പാവം എൻ്റെ വിജയമാഷാണ് നന്നാക്കുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അവിടെ ഇരിക്കുക. ഇങ്ങോട്ട് നോക്കി പറയൂ, കേക്കട്ടടി നീയെ മീനെ. അപ്പൊ നിന്റെ വീട്ടിലാരാ ഇത് ശരിയാക്കി?
ഏട്ടൻ്റെ പേരെന്നാ? സൂര്യപ്രകാശ് ഏട്ടനാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ. നിങ്ങളെല്ലാവരും ഉച്ചഭക്ഷണം റെഡിയാക്കിയല്ലോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒത്തിരി 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 സ്നേഹം, ഒരുപാട് സ്നേഹം. ലോകാസമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും നല്ല നല്ല മനുഷ്യരായി, നന്മയുള്ള മനുഷ്യരായി, ലോകത്തിന് ഉപകാരപ്രദമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന മനുഷ്യരായി വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഇങ്ങോട്ട് വന്നേ രവി, ഇങ്ങോട്ട് വരൂ. ദാബാ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങൾക്ക് ഹായ് തരുവാണ്. ഇതാ ഹായ്. ഇതെൻ്റെ രജനി നല്ല കുട്ടിയായിട്ട് എന്നോട് സഹകരിക്കുന്നുണ്ട്. വീഡിയോയിൽ നിൽക്കാൻ ഒക്കെ കുറച്ചൊരു മടി എല്ലാവർക്കും ഇല്ലേ, അതുപോലെ. പക്ഷേ ഓരോ വീഡിയോയിൽ ആൾക്കാർ നിന്ന് സഹായിക്കുമ്പോൾ അവർ രണ്ടു കൂട്ടും കൂടെ ഒന്ന് ചെയ്യുമ്പോൾ നല്ലൊരു രസമാണ് അതിൽ. അതുകൊണ്ട് ഞാനിപ്പോൾ അവളോടും പറയടി ഇത്തിരി നിൽക്കണേ എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇന്നത്തെ ഞങ്ങളുടെ എന്തുവാടി പെർഫോമൻസ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും എൻ്റെ വീഡിയോയും ഷോർട്ടും ഒക്കെ കാണണം. പിന്നെ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം. പുതിയതായിട്ട് ഒരുപാട് ഞാൻ നിർത്താമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് കൂട്ടുകാർ പുതിയതായിട്ട് വരുന്നുണ്ട്. ലൈവ് ഞാൻ ഇടുന്നുണ്ട്. എൻ്റെ ലൈവ് 10:30 മണിക്കാണ്. എല്ലാവരും അതൊക്കെ ഒന്ന് കാണണം. കുറച്ച് പേരിങ്ങനെ ലൈവിൽ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. നമ്മുടെ ഇന്നത്തെ കാലസ്ഥിതി പരിസരത്തോ അയൽവക്കത്തോ ഒന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാരിക്കുകയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ 4 പേരുണ്ടെങ്കിൽ 4 പേര് 4 ഫോണും വെച്ചിരിക്കുക. വീട്ടിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ തമ്മിലില്ല. അപ്പോൾ പിന്നെ അയൽവക്കത്തിൻ്റെ കാര്യം പറയണം. ഇവിടെയൊക്കെ അയൽവക്കക്കാരനൊക്കെ നല്ല ആളുകളാണ്. പക്ഷേ അവരൊക്കെ പഴയ കാലത്തെ പോലെ അങ്ങോട്ട് കയറിപ്പോയി നമ്മൾ സംസാരിക്കുക, വീട്ടിൽ പോയിരിക്കുക, ഇങ്ങോട്ട് വന്ന് അവർ സംസാരിക്കുക, അങ്ങനെയുള്ള സമ്പ്രദായം ഇപ്പോൾ എവിടെയില്ല, നാട്ടിൻപുറങ്ങളിൽ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.